നമ്മുടെ വീടിൻ്റെ ചുമരുകളും ജനലുകളും മനോഹരമാക്കാൻ ഉപയോഗിക്കുന്നതാണ് വാൾപേപ്പേഴ്സ് ആൻഡ് ബ്ലൈൻഡ്സ്. അവയുടെ വ്യത്യസ്തമായ കളക്ഷൻ പരിചയപ്പെടുത്തുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ഇത് ട്രിവാൻഡ്രത്ത് വഴുതക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ലാംപോഷ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിനെ മനോഹരമാക്കാനുള്ള എല്ലാ ടൈപ്പ് ഇൻറ്റീരിയറും നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഷോപ്പിൻ്റെ ഫാൻസി ലൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വൻ കളക്ഷൻ തന്നെ നമ്മളത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ദയവായി പോയി കാണുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വാൾപേപ്പേഴ്സും ബ്ലൈൻഡ്സുമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു സെക്ഷൻ നമുക്ക് വാൾപേപ്പേഴ്സിന് വേണ്ടിയിട്ട് അതെ വാൾപേപ്പറിന് വേണ്ടി മാത്രമായിട്ടുള്ള സ്പേസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫേമസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. നമുക്ക് മാർക്കറ്റിൽ ഇച്ചിരി വെൽ നോൺ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. എക്സൽ, മാർഷൽ, H&H, ഇൻഡിസൈൻ, ആർട്ടിസൻസ് എന്നുള്ള ബ്രാൻഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ പല മോഡൽസ് ഉണ്ട്. നമുക്കിപ്പം ഫ്ലോറൽ പ്രിൻ്റ് ഉണ്ട്, പിന്നെ ഡമാസ്ക് പ്രിൻ്റ് ഉണ്ട്, പ്ലെയിൻ സോളിഡ്സ് ഉണ്ട്, പിന്നെ ഈ നമ്മുടെ ബ്രിക്ക് ടെക്സ്ചർ, സിമെന്റ് ടെക്സ്ചർ, അങ്ങനത്തെ എല്ലാ ടൈപ്പിലുള്ള വാൾപേപ്പർ ഉണ്ട്. കുറച്ച് മോഡൽസ് കാണിക്കും. ഇതിന് വാൾപേപ്പർ ആയതുകൊണ്ട് തന്നെ സർഫസ് അതിൻ്റെ ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഇതിന് എങ്ങനെയായാലും ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് 3 to 4 years ഒരു പ്രോബ്ലം ഇല്ലാതെ നിൽക്കും. അതിൽ കൂടുതൽ നിൽക്കുന്ന കേസസ് ഉണ്ട്. ബട്ട് ഭിത്തിക്ക് ഈർപ്പം പാടില്ല. ഈർപ്പം വന്നു കഴിഞ്ഞാൽ അത് ഇഷ്യൂ വരാം. പക്ഷേ ഈർപ്പം വന്നാൽ പ്രശ്നമില്ലാത്ത വാൾപേപ്പേഴ്സ് ഉണ്ട്. നമുക്ക് അവൈലബിൾ അല്ല, ബട്ട് ഇറ്റ് ഇസ് ദെയർ, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു റോളിൽ എത്ര മീറ്റർ വരും ചേട്ടാ? നമുക്ക് ഈ റോൾ ആയിട്ട് എടുക്കത്തില്ലേ? ഇത് നമുക്ക് പല സൈസസിലുള്ളതുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് 54 centimeter നീളമാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് റെഡിമെയ്ഡ് ആയിട്ടുള്ള റോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പം ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ പാലുകാച്ചിൻ്റെ തലേദിവസമാണ് ഡിസൈഡ് ചെയ്യുന്നത് വേണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ബുക്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുക. ഓർഡർ ചെയ്യുന്ന ഡിപ്പെൻസ്. ഇപ്പോൾ ചിലതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഇവിടെ കൊച്ചിയിലുണ്ട്, ചിലത് ബാംഗ്ലൂരുണ്ട്, ചിലത് ബോംബെ, ഡൽഹി. അപ്പം അത് എവിടെ നിന്നാണോ വരുന്നത് അതിനനുസരിച്ച് വരും. ബാംഗ്ലൂരോ കൊച്ചിയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മതി. ഇപ്പോൾ ബോംബെ, ഡൽഹിയൊക്കെ ആണെങ്കിലാണ് കുറച്ചും കൂടെ ഒരു 3 to 4 days, 5 days എടുക്കും. ഇതിൽ ഗമ്മ് ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നതാണ് അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ആണ്? അല്ല, ഇത് സെപ്പറേറ്റഡ് ആണ്. നമ്മൾ വാൾപേപ്പർ മാത്രമായിട്ടാണ് സെല് ചെയ്യുന്നത്. ഇത് നമുക്ക് പുറത്തുനിന്ന് ആൾക്കാരുണ്ട്, ഇത് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് കൊടുത്ത് അവർ ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്, കസ്റ്റമറിന് ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. ഇത് പ്രൈസ് വരുമ്പോൾ ഇത് ആക്ച്വലി റോളിനാണ്. ഇപ്പം ഇതൊരു 54 centimeter വിട്ടുള്ള റോളാണ്. പല സൈസിലുള്ളതുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം 60 ഉണ്ട്, 75 ഉണ്ട്, 72 അവൈലബിൾ ആണ്. പിന്നെ 1 meter ഹൈറ്റിൽ വരുന്നതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതെല്ലാം ലെങ്ത് എല്ലാം വരുന്നത് 10 meter ലെങ്ത്തിലാണ് വരുന്നത്. അപ്പോൾ 10 meter ലെങ്ത്തിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ ഈ 54 വിട്ടുള്ള ഇതിൻ്റെ ആണെങ്കിൽ 56 square feet കവർ ചെയ്യും. 56 square feet കവർ ചെയ്യും. അപ്പോൾ 56 square feetനാണ് നമ്മൾ ഈ പ്രൈസ് പറയുന്നത്, ഒരു റോൾ പ്രൈസാണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 1500, അതിലും കുറഞ്ഞത് നമുക്ക് കിട്ടും 800, 600 ഉണ്ട്. പിന്നെ ഈവൻ 10,000, 12,000 വരെ ഒരു റോളിന് പോകുന്നതുണ്ട്. ക്വാളിറ്റി കൂടും. പിന്നെ അതിൽ തന്നെയുള്ള മെറ്റീരിയൽസ് ഡിഫറെൻ്റ് ആകും. കോർക്ക് ടൈപ്പും അങ്ങനത്തെ സൗണ്ട് ഒബ്സോർവിങ് ടൈപ്പ്, പിന്നെ നമുക്ക് വാഷബിൾ ആയിട്ടുള്ള വാൾപേപ്പർ, അങ്ങനത്തെ ഒക്കെ അങ്ങനെ ഉണ്ട്. 1-2 മോഡൽ കണ്ടല്ലോ, അതുകൊണ്ട് കാണിക്കാം. വാൾപേപ്പർ ചൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം കൂടെ പറയാം. വാൾപേപ്പർ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലെയിൻ കളേഴ്സൊക്കെ ആണെങ്കിൽ, സോളിഡ് കളേഴ്സൊക്കെ ആണെങ്കിൽ, നമുക്ക് ഇതുപോലത്തെ കളേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് കുറവായിരിക്കും, വേസ്റ്റേജ് കുറവായിരിക്കും. കാരണം നമുക്ക് ജോയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനത്തെ പ്രിൻ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ സിങ്കായിട്ട് വരണം, മാച്ച് ചെയ്യണം. അപ്പോൾ വേസ്റ്റേജ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 56 square അല്ലെങ്കിൽ നമ്മൾ 50 square feet നമുക്ക് ഭിത്തിയുടെ ഏരിയ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റോൾ എടുത്തുകൊണ്ട് ഇതുപോലത്തെ ഒരു പ്രിന്റിന് കൊണ്ടുപോയാൽ തികയില്ല. ചിലപ്പോൾ നമ്മൾ 2 റോൾ വേണ്ടി വരും. അപ്പോൾ അത് ഡിസൈൻ അനുസരിച്ച് നമുക്ക് ചോയ്സ് എടുക്കേണ്ടി വരും. കുറച്ച് വാൾപേപ്പർ കാണിക്കാം. ഇതിപ്പോൾ നമുക്കൊരു റോളിന് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 56 square feetന് 57 square feet ഇതിനകത്ത് കിട്ടുന്നത്. ഇത് 2350 ആണ്. നമുക്ക് സോളിഡ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. ബേസ് മോഡൽ. ഇതിലും കുറഞ്ഞതുണ്ട്. ഇതൊരു ബേസിൽ ഒരെണ്ണമാണ്. അപ്പോൾ ഇത് സോളിഡ് ഷെയ്ഡ്സ് ഉണ്ട്. ചെറിയ ഈ ഫാബ്രിക്കിൻ്റെ ഒരു ടെക്സ്ചറുള്ള ടൈപ്പ് ഓഫ് പ്രിൻ്റാണിത്. നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റും. ഇത് വാഷബിളാണ്. ഇതിൽ നമുക്ക് പല കളേഴ്സിലും പല പാറ്റേൺസിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
അടുത്ത റേഞ്ച് ഏതാട്ടോ നമുക്ക് പറഞ്ഞത്? ഇത് വരുമ്പോഴത്തേക്ക് ഒരു 3400 വരുന്നുണ്ട് റോള്. ഇതാണല്ലേ? പ്രീമിയം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അതിലും കൂടുതലുണ്ട്, 11,000 ഒക്കെ പോകുന്നുണ്ട്. 57 മീറ്റർ ആണോ? അതെ അതെ, ഇതും 50. അതെ അതെ അതെ. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് എംബോസിങ് ഉള്ള ടൈപ്പാണ്. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. കുറച്ച് ഷിമറിങ് ഉണ്ട്, അപ്പോൾ കുറച്ച് ലൈറ്റൊക്കെ വീഴുമ്പോൾ കുറച്ചും കൂടെ ഗ്ലിറ്റർ ഇതൊക്കെ വരുന്ന രീതിയിലുള്ള ടൈപ്പാണ്. ഫ്ലോറൽ പ്രിൻസ് ഉണ്ട്, ഇതുപോലത്തെ നാച്ചുറൽ ടെക്സ്ചേഴ്സ് ഉണ്ട്, പാറ്റേൺസ്. ഹാളിലും ബെഡ്റൂംസിലും മെയിൻ ആയിട്ടല്ലേ? ഹെഡ് ബോർഡ്, പിന്നെ ലിവിങ് റൂംസിൻ്റെ ഒക്കെ ഒരു മെയിൻ വോൾ ഹൈലൈറ്റ് ചെയ്യുക, ഡൈനിങ് റൂംസിൻ്റെ ഒക്കെ വോൾ ഹൈലൈറ്റ് ചെയ്യുക. ഇത് ലെതർ ടൈപ്പ് പോലത്തെയാണ്. പല കളേഴ്സിലും പല പ്രിൻസിലും അവൈലബിൾ ആണ്. നമുക്ക് ഓൾമോസ്റ്റ് മോർ ദാൻ 100 ബുക്സ് ഉണ്ട്. എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് കുറച്ചും കൂടെ ഒരു ആർട്ടിസ്റ്റിക് രീതിയിലുള്ളതാണ്. എല്ലാവർക്കും ഇതിൽ നിന്നല്ല, ഇത് കുറച്ചും കൂടെ പ്രൈസിയാണ്. 4,000 ഒക്കെ വരുന്നുണ്ട്, 4,400 വരുന്നുണ്ട്. ഇത് റെസ്റ്റോറൻറ്റ്സ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇതിലോട്ട് കുറച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകേണ്ടിടത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രിൻസാണ്. ഫ്ലോറൽ പ്രിൻസും കാര്യങ്ങളൊക്കെ കളർഫുൾ ആണ്, അല്ലാത്തതും ഉണ്ട്. ഇപ്പോൾ ഇതിൽ ചെറിയൊരു ഷൈനിങ് ഉള്ള ഒരു ടൈപ്പാണ്. ഇതിനെത്ര റേറ്റ് വരുമ്പോൾ ഇത് റോളാണ്, റോളിന് 4,400. ഇതൊക്കെ നല്ല പ്രിൻസ് തന്നെയാണ്. ഇതിപ്പോൾ ഈ കാണിച്ചതൊക്കെ ഇതൊക്കെ ആക്ച്വലി കുറച്ച് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രിൻസാണ്. ഇങ്ങനത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ഒന്ന് നാച്ചുറൽ ടെക്സ്ചേഴ്സ് പോകും, ഈ സിമെൻറ്റ് ഫിനിഷ് അങ്ങനത്തെ കുറച്ച് സട്ടിലായിട്ടുള്ളത്. പിന്നെ ഈ ബേജ് കളർ, ക്രീം, വൈറ്റിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ പോകാറുണ്ട്. ഫ്ലോറലും അങ്ങനത്തെ ഹെവി പ്രിൻസ് ഒക്കെ വരുന്നത് കുറവാണ് വീട്ടിൽ. അതെ അതെ, കസ്റ്റമൈസ് പ്രകാരം പ്രിന്റ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നു. പ്രിന്റഡ് വാൾപേപ്പർ നമുക്ക് ഉണ്ട്. അത് ഇപ്പം ഓഫീസസിനും അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ ലോഗോസ് കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്തെടുക്കാം, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീടിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ കർട്ടൻസ്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് വരുന്നത്? ഇത് നമുക്ക് കർട്ടൻസ് ആൻഡ് ബ്ലൈൻഡ്സ്. ഇതിന് നമുക്ക് ബ്ലൈൻഡ്സിൻ്റെ സെക്ഷനാണ്. കർട്ടൻസിൻ്റെ സെക്ഷൻ ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്കിവിടെ പല ടൈപ്പ് ഓഫ് ബ്ലൈൻഡ്സ് ഉണ്ട്. ഇത് നമ്മുടെ സീബ്ര ബ്ലൈൻഡ്സ്. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 180 തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. പല മോഡൽസ് അവൈലബിൾ ആണ്. സോളിഡ് കളേഴ്സ് ഉണ്ട്, ഗ്രേഡിയൻ്റ് ഉണ്ട്, പല പാറ്റേൺസിലുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. പ്രിൻറ്റഡ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ വുഡൻ ബ്ലൈൻഡ് ആണ്. വുഡൻ ബ്ലൈൻഡ്സിൽ വുഡൻ വെനീഷ്യനാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി മോട്ടറൈസ്ഡ് വെനീഷ്യനാണ്. അപ്പോൾ നമുക്ക് മോട്ടറായിട്ടുള്ളത്. നമുക്കല്ലാതെ മാനുവലായിട്ട് ചെയ്യുന്നത് നമുക്കൊരു സ്റ്റാർട്ടിങ് ഒരു 400 വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് സ്ക്വയർ ഫീറ്റിന് 400 രൂപ വെച്ചിട്ട് സ്റ്റാർട്ടിങ്. പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ മോട്ടറിൻ്റെ വരുമ്പോഴത്തേക്ക് അത് എക്സ്ട്രാ ആണ്, മാനുവലിനാണ് ഇത് വരുന്നത്. അത് പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇത് വുഡൻ്റെ തന്നെ പല ഷെയ്ഡ്സിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വരും. നമുക്ക് വാറണ്ടി വരുമ്പോഴത്തേക്ക് ഒരു 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്രിൻറ്റഡ് ബ്ലൈൻഡ്സ് ആണ്. ഇത് സോളാറൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓഫീസസിലാണെങ്കിൽ അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഏരിയയിലൊക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതെ, ലോഗോസൊക്കെ പ്രിൻറ്റ് ചെയ്യാം. പിന്നെ കിഡ്സിലൊക്കെ പ്രിൻറ്റ് ചെയ്യാം. 3D ഇത് നമുക്ക് 3D അല്ല, ഇത് പ്രിൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് സിംഗിളായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒറ്റ പടമായിട്ട് വരും. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടതിലെല്ലാം ഈ മോട്ടർ സെറ്റ് ചെയ്യാമല്ലോ കേട്ടോ. എല്ലാത്തിലും മോട്ടോർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് സ്ക്വയർ ഫീറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 280 ഒക്കെ വരും. ഇത് നമ്മുടെ വേർട്ടിലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് നമുക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മൾ മറ്റേ സീബ്ര ബ്ലൈൻഡ്സിൻ്റെ ഒരു വെർട്ടിക്കൽ വേർഷനാണ്. അപ്പോൾ നമുക്ക് ലാർജ് വിൻഡോസ്, ഫ്രഞ്ച് വിൻഡോസ്, അങ്ങനത്തെ ലാർജ് വിൻഡോസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഗുണം ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിച്ചല്ല, ഇത് ഒറ്റ ഇത് തന്നെയാണ്. ഷിയറും ഒപ്പേക്കായിട്ടുള്ള സർവീസും രണ്ടും ഒരേ ക്ലോത്തിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ സ്റ്റിച്ച് അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും കൂടെ മെയിൻ്റനൻസ് കുറവാണ്.
വരുന്നത്. എത്രയാണ് ഇത് റേറ്റ് വരുമ്പോഴത്തേക്ക് ഇത് സ്ക്വയർ ഫീറ്റിന് 900 വരും. 900? മോട്ടറൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ? നേരത്തെ പറഞ്ഞ ഇത് നമുക്ക് ഇതിലും മോട്ടറൈസ്ഡ് ആക്കാൻ പറ്റും. മോട്ടറൈസ്ഡ് വരുമ്പോൾ മോട്ടറിന്റെ കോസ്റ്റ് എക്സ്ട്രാ സെപ്പറേറ്റ് വരും. പ്രിന്റഡ് ഒന്നും പറ്റത്തില്ല, ഈ ഇങ്ങനെയല്ലേ വരത്തുള്ളൂ? ഇങ്ങനെ വരത്തുള്ളൂ. നമുക്ക് അതിപ്പോൾ നമ്മൾ കമ്പനീസിലായാലും പ്രിന്റഡ് ലോഗോസ് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെർട്ടിലൈറ്റിൽ നമ്മൾ ഇതുവരെ ഇല്ല, അങ്ങനെ അവൈലബിൾ അല്ല. നമുക്ക് സോളാർ ആയിട്ടില്ലേ അത്. ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു സംഭവം ഇവിടെ മാത്രമാണ്. അതെ അതെ അതെ, ഈ ഒരു മോഡൽ ഇവിടെ മാത്രമാണ് വെർട്ടിലൈറ്റ്. ഈ ഒരു കളക്ഷൻസ് ആണ് അല്ലേ? ഇപ്പോൾ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് പോളിയസ്റ്റർ ആണ്, പോളിയസ്റ്റർ ക്ലോത്തിലാണ്. നമ്മൾ ഇവിടെ നിന്ന് പോയി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും അതോ? ചെയ്ത് കൊടുക്കും. ഇത് ബൈ ഓർഡറാണ്, ബൈ ഓർഡർ ചെയ്തെടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഷിയർ നേരെ കിടക്കുമ്പോഴത്തേക്ക് ഷിയർ നമുക്ക് ത്രൂ ആൻഡ് ത്രൂ കാണാം. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലാർജ് വിൻഡോസൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് നമുക്ക് ത്രൂ ആയിട്ട് നമുക്ക് വെർട്ടിക്കലായിട്ട് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ബ്രേക്കില്ലാതെ കാണാൻ പറ്റും. പക്ഷേ നമുക്കിത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ടിൽറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ്ലി ഒപ്പേക്ക് ആവും. നമുക്ക് ഫുൾ വിഷൻ കട്ടാവും, ലൈറ്റ് കട്ടാവും. അതാണ് എൻ്റെ പ്രത്യേകത.